വചനമൊഴി ഫെബ്രുവരി 14. വചനഭാഗം ഹെബ്രായർ 13:7-9-17-19, മത്തായിയുടെ സുവിശേഷം 16:24-28. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കാരണം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരോടുകൂടെ വരാൻ പോകുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ്. ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോയെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്, സവിശേഷതയാണ് ഈശോ ഇവിടെ പറയുന്നത്. ഒന്നാമതായി, ഈശോയെ അനുഗമിക്കുന്നതിന് ഒരു പരിത്യജിക്കൽ വേണം. സ്വയം പരിത്യജിക്കൽ, ഞാനെന്ന ഭാവത്തെ വേണ്ടെന്ന് വെച്ച് മിശിഹായുടെ ഭാവം ധരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈശോയെ അനുഗമിക്കൽ. സ്വയം പരിത്യജിച്ച് മിശിഹായെ അനുഗമിക്കുക. എപ്രകാരമാണ് മിശിഹായെ അനുഗമിക്കേണ്ടത് എന്നും ഈശോ പറയുന്നുണ്ട്. അത് സ്വന്തം കുരിശെടുത്ത് അവനെ അനുഗമിക്കുക. ഈശോ വഹിച്ച കുരിശും എടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കുക എന്നല്ല പറയുന്നത്. ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് നാം വഹിക്കേണ്ട നമ്മുടെ കുരിശ്? എന്താണ് ഈശോ ലക്ഷ്യം വെച്ച സ്വന്തം കുരിശ്? നമ്മുടെ കുരിശ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ കുരിശ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈശോയുടെ കുരിശ് ഈശോയുടെ ജീവിത കടമകളുടെ പൂർത്തീകരണമായിരുന്നുവെങ്കിൽ നാം ഓരോരുത്തരും വഹിക്കേണ്ട നമ്മുടെ സ്വന്തം കുരിശും നമ്മുടെ ജീവിത കടമകളുടെ പൂർത്തീകരണമാണ്. ഈശോയുടെ കുരിശ് പിതാവായ ദൈവം നിശ്ചയിച്ചു കൊടുത്ത ജീവിത കടമ നിർവഹിക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. തന്റെ ജീവിത കടമകൾ നിർവഹിച്ച് അവസാനം കുരിശിൽ മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശു മരണവും അവിടുത്തെ ജീവിത കടമകളുടെ പൂർത്തീകരണമായിട്ടാണ് വരുന്നത്. കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സംബന്ധിച്ച് ദൈവപിതാവിന്റെ ഹിതം നിർവഹിക്കുകയാണ്, തന്റെ ജീവിത കടമകൾ നിർവഹിക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യനും അനുദിനം വഹിക്കേണ്ട കുരിശ് അവന്റെ ജീവിത കടമകളുടെ പൂർത്തീകരണമാണ്. ജീവിത കടമകൾ നിർവഹിക്കുന്നത് സ്വന്തം കുരിശുമെടുത്ത് മിശിഹായെ അനുഗമിക്കുന്നതാണ്. ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിക്കുന്നതാണ് ഒരുവനെ സംബന്ധിച്ച് താൻ വഹിക്കേണ്ട കുരിശ്. ജീവിത കടമകളാകുന്ന കുരിശുകളെ വിശ്വസ്തയോടെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതിനും ആ കുരിശ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും സഹനങ്ങളെയും മിശിഹായുടെ കുരിശിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുവാനും അർത്ഥം കണ്ടെത്തുവാനും നമുക്ക് പരിശ്രമിക്കാം.
മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.